السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم صل وسلم على نبينا محمد. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കൂടുതൽ സമയം സംസാരിക്കുന്നതിന് പ്രയാസമുണ്ട്. അതുകൊണ്ട് കുറച്ച് സംസാരിച്ച് ബാക്കി സംശയ നിവാരണങ്ങളോടെ ഒരു 2:15 അവസാനിക്കുന്ന രൂപത്തിൽ നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇൽമു പഠിക്കാൻ വേണ്ടിയിരിക്കുന്നതിൻ്റെ എല്ലാ പ്രതിഫലവും ഈ റമദാനിൽ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഹജ്ജ് ചെയ്തവരുണ്ട്, സ്വതക്ക ചെയ്യുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ദിക്ർ ചെയ്യുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, പാവങ്ങളെ സഹായിക്കുന്നു. ഒട്ടനേകം നന്മകളുമായി എല്ലാ സന്ദർഭങ്ങളിലും വിശിഷ്യ റമദാനിലും നമ്മൾ പതിവാക്കുന്നവരാണ്. ഈ നോമ്പ് നിർബന്ധമാക്കിയത് മദീനയിലായിരിക്കുന്ന സമയത്താണ്. മദീനയിലെ 2-ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. ആദ്യം മക്കയിലുണ്ടായിരുന്ന 13 കൊല്ലക്കാലം അവർക്ക് നോമ്പ് നിർബന്ധമല്ല. ഒന്നാലോചിച്ച് നോക്കിയാൽ ആദ്യത്തെ 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅദ് പറഞ്ഞത്, ഉപദേശിച്ചത് 3 കാര്യങ്ങളായിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് വേണം സംശയങ്ങൾ ചോദിക്കാൻ. ആദ്യത്തെ 13 കൊല്ലം 3 കാര്യങ്ങളാണ് നബി അവർക്ക് കൊടുത്ത ഉപദേശം. അതിൽ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ, ജുമാൻ്റെ മര്യാദ, ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. മക്കയിലെ 13 കൊല്ലം തൗഹീദാണ് ചർച്ച. തൗഹീദ്, ഏകദൈവാരാധന, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനകൾ അഖിലവും അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അവനാണ് റബ്ബ്, അവനാണ് ഖാലിഖ്, അവനാണ് പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവൻ, അവനാണ് രോഗം മാറ്റുന്നവൻ. അങ്ങനെ തുടങ്ങി അവൻ്റെ ആരാധനയിലേക്ക് നയിക്കുന്ന റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാകളും എല്ലാം. അതുകൊണ്ട് ആ മക്കയിലിറങ്ങിയ ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം, അത് തൗഹീദുമായി നല്ല ബന്ധപ്പെട്ട ആയത്തുണ്ടാവുക. 2, ആഖിറത്ത്, പരലോകം ഓർമ്മപ്പെടുത്തിയാണ് 13 കൊല്ലം ദഅവത്ത് നടത്തിയത്. പരലോകമുണ്ട്. അൽ ഖാരിഅതു മൽ ഖാരിഅ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. മക്കയിലിറങ്ങിയ സൂറത്തുകളാണ്. മക്കയിലിറങ്ങിയ ആയത്തുകൾ അധികവും പരലോകമുണ്ട്, കർമ്മം ചെയ്താൽ കൂലി കിട്ടും, നാശം ചെയ്താൽ നരകം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടാണ് ബാക്കി കർമ്മങ്ങളിലേക്ക് പോണത്. 3, റിസാല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണെന്ന് ഉറപ്പിച്ച് തറപ്പിച്ചു പറഞ്ഞ്, ആ പ്രവാചകനെ പിൻപറ്റിയാലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് പഠിപ്പിച്ച്, ആ പ്രവാചകനെ സ്നേഹിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് പഠിപ്പിച്ച 13 കൊല്ലക്കാലത്തെ ആ വിശ്വാസത്തിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിഞ്ഞെങ്കിലേ നമ്മുടെ എല്ലാ കർമ്മവും സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിശ്വാസം നമ്മുടെ മനസ്സ് കയറിയിട്ടുണ്ടെങ്കിൽ, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ സ്വർഗം അവന് നിഷിദ്ധമാണ്, കിട്ടൂല, സ്വർഗം അവന് കിട്ടൂല. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ലയഹബതന്ന അമലുക, അല്ലാഹു അവൻ്റെ അമലെല്ലാം ബാത്തിലാക്കുന്നതാണ്. അമ്പിയാക്കന്മാരോ ഔലിയാക്കന്മാരോ സ്വാലിഹീങ്ങളോ ആരോ ആകട്ടെ, അല്ലാഹുവിനുള്ള വിശ്വാസ കാര്യങ്ങളിൽ പങ്കുചേർത്താൽ അവൻ്റെ കർമ്മങ്ങൾ പൊളിക്കപ്പെടും, അവൻ നരകാവകാശിയായി മാറും. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ അടയാളം ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആമനൂ ബില്ലാഹ്, അല്ലാഹുവിനെ നേരെ വിശ്വസിക്കണം, വറസൂലിഹി, റസൂലിൽ നേരെ വിശ്വസിക്കണം. സുമ്മ ലം യർതാബു, പിന്നെ സംശയമുണ്ടാകാൻ പാടില്ലാത്ത വിധേന ഉറച്ചവരാകണം. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ചെയ്യുന്നവരാകണം. വിശ്വാസം ശരിയാവണം. ഈമാൻ ശരിയാകാത്ത മനുഷ്യന്മാർ പിന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നാ പറഞ്ഞത്.
അതുകൊണ്ടാണ് ചില മനുഷ്യന്മാർ യുദ്ധത്തിന് പോയി പെടഞ്ഞു വീണ് മരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഷഹീദാണ്, നിബിതങ്ങൾ പറഞ്ഞു അവൻ നരകത്തിലാണ്. അതെന്ത് നബി? അവൻ ഞാനൊരു യോദ്ധാവാണെന്ന് കാണിക്കുക എന്ന വിശ്വാസത്തിലാണോ പോയത്? അത് നബിക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ്, നമുക്കതറിയില്ല. അപ്പോൾ ഒരാളുടെ മനസ്സിലെ ഈമാനിനെ സ്ഥിരപ്പെടുത്തിയാണ് അയാളുടെ കർമ്മങ്ങൾ തീരുമാനിക്കപ്പെടുക. അതുകൊണ്ടാണ് അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിൽ ഒരു അക്രമവും കേറി വരാത്തവരാണ്. ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്. ഈമാൻ ശരിയായോനാണ് യഥാർത്ഥ മുഅ്മിൻ. അല്ലാത്തവരൊക്കെ മുസ്ലിങ്ങളാണ്, ഇങ്ങനെ നിസ്കരിച്ചു പോകുന്നുണ്ടാവും. ഒരു നല്ല മുഅ്മിനായി മാറണമെങ്കിൽ ഈമാനിൽ ശിർക്ക് റിയായി കടന്നു വരാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്ക കാലഘട്ടങ്ങളിൽ അവിടുന്ന് മുസ്ലിമീങ്ങളോട് ഖബർ സന്ദർശിക്കരുതെന്ന് പറഞ്ഞിരുന്നു. തുടക്കത്തിൽ ശ്രദ്ധിക്കുക, തുടക്ക കാലഘട്ടത്തിൽ ഖബർ സന്ദർശനം പോലും അവരോട് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം അവർ ലാത്തയെയും ഉസ്സയെയും വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നൊരു കൗമായിരുന്നു. അതിന്ന് മതം മാറിയിട്ട് വന്ന ആൾക്കാരാ. അവരിപ്പോൾ ഏതെങ്കിലും ഖബറിലേക്ക് വിട്ടാൽ അവർ അവിടെ പൂജിക്കപ്പെടും. അവർക്ക് ഈമാൻ ശരിപ്പെടുത്തി നല്ല തൗഹീദ് പഠിപ്പിച്ചതിന് ശേഷം നബിതങ്ങൾ പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് ഒരു കാലഘട്ടത്തിൽ നിരോധിച്ചിരുന്നു. അമാസുറുഹ, ഇനി മുതൽ നിങ്ങൾ സന്ദർശിച്ചോളൂ. എന്തിനാണ്? അവരെ ആരാധിക്കാനല്ല. ഫൈന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ, പരലോകം ഓർമ്മിച്ച് മനുഷ്യന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോരാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് മുശ്രിക്കീങ്ങളായ ആളുകൾ ഉത്സവങ്ങൾ നടത്തും, നേർച്ച വഴിപാടുകൾ നടത്തും, പല ബലികൾ നടത്തും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന്, സഹാബി വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ഇങ്ങനെ ദുൽഖലൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ കല്ലിൻ്റെ അവിടെ പോയിട്ട് ഞാനൊരു ആടിനെ ബലി അറുത്തോട്ടെ. അപ്പം നബി തിരിച്ചു ചോദിച്ചു, ആ സ്ഥലത്തന്നെ അറക്കാൻ എന്താ കാരണം? അവിടെ പണ്ടെങ്ങാനും മുശ്രിക്കീങ്ങളായ ആളുകൾ വല്ല ആഘോഷങ്ങൾ നടത്തിയിരുന്നോ? വല്ല ആരാധനകൾ നടത്തിയിരുന്നോ? വല്ല പൂജകൾ നടത്തിയിരുന്നോ? ഇല്ല നബി, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ താങ്കൾക്കത് ചെയ്യാം. അവർ ആഘോഷം നടത്തുന്ന, അവർ ആരാധന നടത്തുന്ന, അവർ പൂജ നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ പോലും ചെയ്യരുത്. അപ്പൊ അത് അവരുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നാ പഠിപ്പിച്ചു. ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവില്ലാത്തവർക്ക് ആരാധന കൊടുക്കുക. ആരാധന, പ്രാർത്ഥന, ഏറ്റവും വലിയ ആരാധനയാണ് പ്രാർത്ഥന. അത് അല്ലാഹു അല്ലാത്തവരോട് ഒരു കാരണം, എന്ത് പേരിട്ട് വിളിച്ചാലും, എന്തുകൊണ്ട് നീ അല്ലാഹുവിൽ വിശ്വസിക്കേ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല? നീ പ്രാർത്ഥിക്കുന്നവരൊക്കെ അടിമകളാണ്. ഷെയ്ഖ് മുഹയ്യദ്ദീൻ തങ്ങൾ അടിമയാണ് അല്ലാഹുവിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടിമയാണ്. ജനനമുണ്ട്, മരണമുണ്ട്, രോഗമുണ്ട്, ക്ഷീണമുണ്ട്. പ്രാർത്ഥിക്കുന്നവരോട് അവർക്ക് കഴിവുണ്ട്, അവർക്ക് കൊടുത്ത കഴിവെന്ന് നീ ചോദിക്കരുത്. അതൊക്കെ അള്ളാഹുവിന്റെ കഴിവെന്ന് അള്ളാഹു കൊടുക്കുന്ന ചില കഴിവുകളാണ്. അത് അള്ളാഹു തആല ആവശ്യമാകുന്ന സമയത്ത് അവർക്ക് കൊടുക്കും. അത് നിങ്ങൾക്ക് അവരെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല. സൂര്യനെയും ചന്ദ്രനെയും എത്ര ശക്തിവത്താണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി, സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. അവർക്ക് കഴിവില്ലേ? നല്ല കഴിവുണ്ട്. നിങ്ങൾ അവർക്ക് സുജൂദ് ചെയ്യരുത്. സുജൂദ് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. ഈ ലോകത്തൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. പറഞ്ഞില്ല. അത് ഇബാദത്താണ്, അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. നേർച്ചകൾ, വഴിപാടുകൾ, ബലിയറുക്കൽ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ റബ്ബിന് വേണ്ടി നിസ്കരിക്ക്, റബ്ബിന് വേണ്ടി ബലിയറുക്ക്. അള്ളാഹ്ക്ക് വേണ്ടിയുള്ളൂ ബലി. സത്യം ചെയ്യൽ, മുഅ്മിനാണോ അള്ളാഹിന്റെ പേരിലേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവാണേ സത്യം, ഞാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹുവാണേ സത്യം, ഞാൻ ചെയ്തിട്ടില്ല.
ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കയറ് പിടിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആ ജാറത്തിങ്ങ മുത്തിയിട്ട് സത്യം ചെയ്യുന്ന പരിപാടി ഇസ്ലാമിലില്ല. സ്വന്തം മാതാവിനെ ചൂണ്ടിയിട്ട് എൻ്റെ ഉമ്മയാണ് സത്യം, ഇസ്ലാമിലില്ല. കഅബയാണ് സത്യം പറയാൻ പാടില്ല. കഅബയുടെ റബ്ബാണേ സത്യം. ഇതൊക്കെ ഒരാളുടെ വിശ്വാസം തെറ്റിപ്പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. ഒരു ജോത്സ്യൻ്റെ അടുത്ത്, അള്ളാനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ, നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോകൂല. പിന്നല്ലേ ബാക്കി പൂജ. മൻ അതാ അറാഫൻ ഔ കാഹിനൻ, ജോത്സ്യൻ്റെ അടുത്ത്, തങ്ങളടുത്ത്, സിദ്ധന്മാരടുത്ത് ഒരാൾ പോയാൽ ഫസദ്ദഖഹു ബിമാ യഖൂൽ, അയാൾ പറയണതൊക്കെ ശരിയാണെന്ന് അംഗീകരിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ അവൻ കാഫിറാണ്. പിന്നല്ലേ ബാക്കി ചികിത്സ. പിഴച്ച ദുർശക്തികളിലേക്ക്, അത്തരം കർമ്മങ്ങളിലേക്ക് യാതൊരു നിലക്കുമുള്ള സൂചനകൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് ഏറ്റവും വലിയ ആക്രമണം. 100 കൊലപാതകങ്ങൾക്ക് വലുതാണ് ഒരു ശിർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ജീവൻ പോയാലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൗഹീദാണ് മക്കയിലെ 13 കൊല്ലത്തെ പ്രബോധനം എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ അടുത്ത 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് മുതാബഅത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴും നിങ്ങളുടെ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റിയിട്ട് വേണം ചെയ്യാൻ. നിസ്കരിക്കാണോ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. നബി പഠിപ്പിച്ച ദിക്റേ നമുക്ക് പറ്റൂ, നബി പഠിപ്പിച്ച സ്വലാത്തേ നമുക്ക് പറ്റൂ. നബി പഠിപ്പിച്ചതാണ് യഥാർത്ഥ സുന്നത്തുള്ള സുന്നത്തിന് എതിരായി പ്രവർത്തിച്ചാൽ അമല് സ്വീകരിക്കൂല. എന്ന് മാത്രമല്ല, ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ളത് ബിദ്അത്താണ്. അതുകൊണ്ട് ആ മദീനത്തെ പള്ളിന്റെ മിമ്പറുമെന്ന് 100 കണക്കിന് ഖുത്ബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 500 ഖുത്ബകളിലധികം കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും നാശമാണ്, വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, ളലാലത്ത് നരകത്തിലാണ്. ഞാൻ ദിക്റല്ലേ, അതൊരു നിസ്കാരല്ലേ, അതിപ്പോ ഒരു 10,000 തവണ അത് ചെല്ലല്ലേ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണത് ആയിക്കോട്ടെ. അത് നബി തങ്ങളുടെ കൽപ്പനയിലും നിർദ്ദേശത്തിലും വന്ന ഒരു ഇബാദത്താണോ, അള്ളാഹു കൂലി തരും. ഇല്ലെങ്കിൽ നമ്മൾ നാശമാണ്, നമുക്ക് ശിക്ഷ കിട്ടുന്ന പഠിപ്പിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരാൾ തുമ്മി, ഉടൻ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നല്ലൊരു മനുഷ്യട്ടോ, അൽഹംദുലില്ലാ പറഞ്ഞിട്ട് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നല്ലേ പറഞ്ഞ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തിരിച്ചു വെച്ചു, ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം ഒന്നുമില്ല, ഞാനൊരു ഹംദ് പറഞ്ഞു പിന്നെ സ്വലാത്ത് പറഞ്ഞു. ഇങ്ങനെ നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനൊന്നുമില്ല. എങ്കിൽ അത് പാടില്ല. തുമ്മിയാൽ ഹംദാണോ പഠിപ്പിച്ചത്? ഹംദ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാതൃകയിൽ നോമ്പ് നോറ്റെങ്കിൽ നമ്മൾ നോമ്പ് കബൂലാകുള്ളൂ. നോമ്പിന് ഇന്ന കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു, ഇന്നത് പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രവാചകൻ പഠിപ്പിച്ച ആ കൽപ്പനക്കുള്ളിൽ നിന്ന് നോമ്പ് നോറ്റെങ്കിൽ നോമ്പ് സ്വീകരിക്കുള്ളൂ. തറാവിഹ് നമസ്കാരം സ്വീകരിക്കണോ, നബിനെ പിൻപറ്റണം. മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ, 11 റക്അത്തിലധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലോ അല്ലാതെയോ നമസ്കരിച്ചിട്ടില്ല. അഫ്ളലായ അതിന്റെ രൂപം പഠിപ്പിക്കപ്പെട്ടു, സുന്നത്ത് നമസ്കാരങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ നിസ്കാരം 100 റക്അത്ത് നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല. എവിടെ ഏത് നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല. ഒരുപാട് ദിക്ർ പഠിപ്പിച്ചു. ഹദ്ദാദ് നബി, ആൾക്കാരുടെ ധാരണ അതൊക്കെ നബി പഠിപ്പിച്ച ഹദ്ദാദ്, റാത്തീബ്, അതേപോലെ തീജാനികളുടെ ഓരോ ദിക്റുകൾ എത്ര 1000 തവണ 1,00,000 തവണയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. തല കറങ്ങി വീഴാത്ത ഭാഗ്യ. അമ്മതിൽ ചിലത് ആടിയ ദിക്ർ, ചാടിയ ദിക്ർ, തല ഇരുന്ന് കുനിഞ്ഞുകൊണ്ട് മേലക്കും താഴ്ത്തിക്കൊണ്ട് ദിക്ർ. ഇതൊക്കെ നബി പഠിപ്പിച്ചാൽ ധരിക്കുന്ന ആൾക്കാരുണ്ട്.
ഇസ്ലാം പഠിപ്പിക്കാത്ത പലതും കൂട്ടിച്ചേർത്തുകൊണ്ടല്ലാതെ ഇസ്ലാമിനെ അവർക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചെയ്ത പണിയാണ് ഇസ്ലാമിൽ ഇല്ലാത്തത് ഇങ്ങനെ നിരത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട കാര്യം, ഞാൻ ചെയ്യുന്നതിൽ എൻ്റെ വിശ്വാസപരമായി വല്ല തെറ്റുകൾ നടക്കുന്നുണ്ടോ, എൻ്റെ കർമ്മങ്ങളിൽ ഞാൻ സുന്നത്തിന് എതിരായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളാണ് പരിശോധിക്കേണ്ടത്. അറിയാത്തതുണ്ടെങ്കിൽ അത് ചോദിക്കണം. നേർക്ക് നിരപടെ ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ അറിവുള്ളവരോട് പോയി ചോദിക്കണം. അറിവുള്ളവരോട് ചോദിച്ച് എപ്പോഴാണ് ഉത്തരം കിട്ടണത്, ഉത്തരത്തിന് കാത്തിരിക്കണം. വായനകൾ വേണം, പുസ്തകങ്ങൾ വായിക്കണം, ഓഡിയോകൾ കേൾക്കണം, വീഡിയോകൾ കാണണം. കിതാബുകൾ മലയാള പുസ്തകങ്ങൾ എത്ര ഇവിടെ ഇരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കിതാബുകൾ നേരെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം. നമ്മൾ സ്വന്തം കിതാബ് ഉണ്ടാക്കില്ല, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധ വിദഅത്തുകളിൽ നിന്നും വലാലത്തുകളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.